നമ്മൾ വളരെ പെട്ടെന്ന് അല്ലെ, ഒരാഴ്ച പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്, പെട്ടെന്നൊരു മീറ്റപ്പ് സംഘടിപ്പിച്ച്, എനിക്ക് തോന്നുന്നത് പെട്ടെന്നുള്ളൊരു സംഘടിപ്പിക്കലായതുകൊണ്ടായിരിക്കാം നമ്മൾ മുൻകൂട്ടി ഒരു മീറ്റപ്പിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് നടത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്ര ആളുകൾ കുറയാനൊരു കാരണം, കുറവ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പേര് തന്നിട്ടുള്ള 11 ആളുകളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സന്തോഷമുണ്ട്. പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളുണ്ട്, കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒക്കെ വന്ന ആളുകളുണ്ട്, ഓമശ്ശേരിയിൽ നിന്നും അതുപോലെ ചാലിയത്ത് നിന്നും ചാലിയത്ത് നിന്നൊക്കെ ഇവിടെ എത്തിയ ആളുകളാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മളെ സഫർ വൈബ്സ് എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് ട്രാവൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടീമാണ് നമുക്ക് ഇവിടെ ഒരു വേദി ഒരുക്കി തന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് അവരോടൊരു നന്ദി രേഖപ്പെടുത്താണ് സ്നേഹമാലിന്റെ പേരിൽ. പിന്നെ ഒപ്പം ഒരു ശബ്ദം കൂടെ ചോദിക്കേണ്ടതുണ്ട്. കാരണം ജുനൈദ് തങ്ങള് ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഞങ്ങള് ഹൈസ്കൂൾ ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് മുതൽ ഇന്നോളം ആ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ തങ്ങളാണ് ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ പറ്റുമോ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തങ്ങൾക്ക് കൂടുതൽ വരുന്നത് പെണ്ണുങ്ങളാണല്ലോ. അപ്പോ 9 മണിക്ക് വരാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ 9:30 സമയം പറയാം. 10 മണിക്ക് നമുക്ക് എന്താ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അത് ഉറപ്പാണ്. 10 മണിന്റെ അപ്പുറം പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 11 കഴിഞ്ഞ് 12 മണിക്ക് എത്ര മിനിറ്റ് ബാക്കിയുണ്ട് നോക്കുന്നതാവും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന് ഞാൻ ആദ്യമായിട്ട് ഞാനിത് പറഞ്ഞ തങ്ങളോട് അതേപോലെ തന്നെ സഫർ വൈബ്സ് മുഴുവൻ പ്രതിനിധികളോടും അതിനൊരു ക്ഷമാപണം നടത്തുകയാണ്. അതിനുവേണ്ടി അവസരം വിനിയോഗിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ സഫർ വൈബ്സ് എന്നുള്ളത് ഇവര് ഇവിടെ വിശദീകരിക്കും. സ്നേഹമാല എന്താന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വിലയിരുത്താം. സ്നേഹമാല എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂട്ടായ്മകൾ നമ്മൾ പല ആളുകളും കണ്ടവരാണ്. പല കൂട്ടായ്മകളുടെ മീറ്റപ്പിൽ പങ്കെടുത്തവരാണ്. ഒരുപാട് കളറായിട്ടുള്ള ഒരുപാട് അംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കേരളത്തിൽ ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ ആണെന്നിട്ട് ഒരുപാട് ഇതുപോലുള്ള കൂടിച്ചേരലുകളിൽ സംഗമിച്ച ആളുകളാണ് നീ പറയുന്നത്. പക്ഷെ സ്നേഹമാലന്റെ ഒരു വ്യത്യസ്തത എന്താ എന്നുള്ളതാണ്. അതിപ്പോ ഇവിടെ സ്നേഹമാലന്റെ അംഗങ്ങൾക്ക് അറിയാം, അപ്പൊ നിങ്ങൾക്കായിരിക്കും അറിയാത്തുണ്ടാവുക. ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂട്ടായ്മക്ക് നിങ്ങൾ കാണാത്ത വിധത്തിലൊരു പേരാണ് ഞങ്ങളുടെ കൂട്ടായ്മ. സംശയമൊന്നുമില്ലല്ലോ. സ്നേഹമാല അതിലുണ്ട് സംഭവം ആണല്ലോ. അപ്പൊ ആ ഒരു സ്നേഹത്തിലും ഐക്യത്തിലും പോകുന്ന ഒരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ, ഇത്തരത്തിലുള്ളൊരു ഏതൊരു ഒരു സംഘടന ആവട്ടെ, ഒരു കൂട്ടായ്മ ആവട്ടെ, ഏതൊരു അസോസിയേഷൻ വളരുകയാണെങ്കിലും അല്ലെങ്കിൽ ചെറുകിട ഏതൊരു കൂട്ടായ്മ വളരുകയാണെങ്കിലും അതിലൊക്കെ പല മേഖലയിലുള്ള പല മൈൻഡിലുള്ള ആളുകളുണ്ടാവും. എല്ലാവരും പല ഉമ്മാന്റെയും പാപ്പാന്റെയും മക്കളാവുമ്പോൾ പലവിധ സ്വഭാവക്കാരുണ്ടാവും അല്ലെ. ഒരു സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, ഏതൊരു കൂട്ടായ്മയിലും അങ്ങനെ തന്നെ. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഈ എണ്ണപ്പെട്ട ആളുകള് അരിച്ച് പെറുക്കിയെടുത്തിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ പോയ പല കൂട്ടായ്മയിലും പലവിധ വെല്ലുവിളികളും പലവിധ തോന്നിവാസങ്ങൾ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല അല്ലെ. നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒന്നും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് സ്നേഹമാലേ ഉള്ളൂ എന്നുള്ള യാതൊരു സംശയവുമില്ല. അതിൽ 19 ആളുകളുണ്ട്. അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇവിടെ കൂടിയിട്ടുള്ളൂ. എന്തായാലും ഇതാണ് സ്നേഹമാലന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരുടെ ആളുകൾ തന്നെ, ജുനൈദങ്ങൾ അടക്കമുള്ള എല്ലാവരും പേരെടുത്ത് പറയാമെന്ന് അറിയില്ല, ഇവിടെ അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും.
പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരാമാർഗത്തേടി അനുഗ്രഹപാത്രം ആയോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല ആനന്ദയാലുമായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തെ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ട്രൈബൽ മ്യൂസിക്കൽ സെക്ഷൻ, അതുപോലെ സൺറൈസ് പോയിന്റുകള്, പിന്നെ അവിടുത്തെ തന്നെ ഡ്രീം ഫൈനൽ മ്യൂസിക് നൈറ്റ്, ഗിഫ്റ്റ് ചേഞ്ച്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ട്രിപ്പ്. അങ്ങനെ ഓരോ ട്രിപ്പ് കഴിയുന്നതോടെ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്യുന്നത് ഇത് നമ്മുടെ പാക്കേജ് അല്ല, നിങ്ങളുടെ പാക്കേജാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ സജഷൻ ഉള്ളത് ആ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിതിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് ഇത് പറഞ്ഞു, നമ്മുടെ ഇൻസൈഡ് കേരള, അതുപോലെ നോർത്ത് സൗത്ത്. ഇതിലിപ്പോ മെയിനായിട്ട് ഈ 2025 നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാട്, മൂന്നാർ, ആലപ്പുഴ, ഗവി, പൊന്മുടി, എറണാകുളം. നമ്മൾ ഒരു വർഷത്തെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് പാക്കേജ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ മാസവും നമ്മളത് നമ്മുടെ പേജിലൂടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പെട്ടതാണെങ്കിൽ ഗോവ, ഹൈദരാബാദ്, കർണാടക, പോണ്ടിച്ചേരി, ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ഡെൻഡേലി, ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർത്ത് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡൽഹി, ആഗ്ര, കുളു മണാലി, ഷിംല, കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, മേഘാലയ, ഷില്ലോങ്, ഡാർജിലിംഗ് എന്നീ ഏരിയകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തുടർന്ന് നമ്മുടെ ബാക്കി കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. നമ്മുടെ അടുത്ത അജണ്ടയിലുള്ളതാണ് ലക്ഷദ്വീപ്, മാലദ്വീപ്സ് തുടങ്ങിയിട്ടുള്ള അത്തരം ദ്വീപുകളും. അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ കൂട്ടായ്മയുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മക്കളെ, ഇത് നല്ലൊരു അടിപൊളി പരിപാടി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി പരിപാടി കഴിഞ്ഞു. നല്ല കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പോട് കൂടി ഒരു അടിപൊളി പരിപാടി കേട്ടോ. സ്നേഹമാല പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് വേണ്ട. അപ്പം ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറയണങ്ങളൊക്കെ കേട്ടില്ലേ. പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പരിപാടി ഇനി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കണ്ടിനി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ വേണ്ടി ഇരുന്ന് നിൽക്കുക കേട്ടോ. നല്ല അച്ചാറും സാലഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും ഇതാക്കണ് ചോറൊക്കെ തിന്നാൻ വേണ്ടി ഇവിടെ ഇരുന്ന് നിൽക്കണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഏതായാലും പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ എൻ്റെ പേര് ഷഹബാനാണ്. എൻ്റെ പേര് മലപ്പുറം ബാലകൃഷ്ണനാണ്. കൊറോണ ടൈമിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. 3 മാസം കൊണ്ട് തന്നെ വൈറലായിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, പോണിത്. പിന്നെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഓരോ പ്രമോഷനുകളൊക്കെ ആയിട്ട് ഒക്കെ കിട്ടിയിരുന്നു. അതൊക്കെ കാരണം ഇവിടെ കേരള ഓറാണ്. ഒരു പാട്ട് പാടണം. റിസോർട്ടിനൊക്കെ പാടും.
വാങ്ങി രണ്ടാളും കൂടി വാങ്ങി. എല്ലാവരോടും ഞാൻ പോയി. താങ്ക് യു.